ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം തിങ്കളാഴ്ച രാവിലെ 8 മുതൽ വിതരണം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. കമ്മീഷനിംഗ് കഴിഞ്ഞ് സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ പോളിംഗ് ഓഫീസർമാർ ഏറ്റെടുത്ത് ബൂത്തുകളിലെത്തിക്കും. ചൊവ്വാഴ്ച രാവിലെ 7-ന് മോക്ക് പോൾ നടത്തിയതിനു ശേഷമായിരിക്കും വോട്ടിംഗ് തുടങ്ങുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം തിങ്കളാഴ്ച നടക്കും. കമ്മീഷനിംഗ് കഴിഞ്ഞ് സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ വിതരണം ചെയ്തു തുടങ്ങും. ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ പോളിംഗ് ഓഫീസർമാർ ഇവ ഏറ്റെടുത്ത് ബൂത്തുകളിലെത്തിക്കും. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് മോക്ക് പോൾ നടത്തിയ ശേഷമായിരിക്കും വോട്ടിംഗ് തുടങ്ങുക. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം 2025 ഡിസംബർ മാസം 9-ാം തീയതി ഒന്നാം ഘട്ടമായി നമ്മുടെ ആലപ്പുഴ ഉൾപ്പെടെ കേരളത്തിലെ 7 ജില്ലകളിൽ സദേൺ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കുന്നതാണ്. അവിടെ തന്നെ വോട്ട് എണ്ണൽ ഡിസംബർ മാസം 31-ാം തീയതിയാണ് ഡിസംബർ മാസം 13-ാം തീയതിയാണ് നിർവഹിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ ജില്ലയിൽ 72 ഗ്രാമപഞ്ചായത്തുകളും 1253 വാർഡുകളും 12 ബ്ലോക്ക് പഞ്ചായത്തിലെ 170 വാർഡുകളും ജില്ലാ പഞ്ചായത്തിലെ 24 വാർഡുകൾ 6 മുനിസിപ്പാലിറ്റി 219 വാർഡുകൾ ഉൾപ്പെടെ ഏകദേശം 2085 വാർഡുകളാണ് നമുക്കൊത്തുള്ളത്. പോളിംഗ് ബൂത്തുകളാണ് നമുക്കൊത്തുള്ളത്. അതിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ ഡീലിമിറ്റേഷനകത്ത് 84 വാർഡ് ഗ്രാമപഞ്ചായത്തുകളിൽ 84 വാർഡുകളും ബ്ലോക്ക് പഞ്ചായത്തിൽ 12 വാർഡുകളും ജില്ലാ പഞ്ചായത്തിൽ 1 വാർഡ് ഉൾപ്പെടെ നഗരസഭകളിൽ 4 വാർഡിലും ഡീലിമിറ്റേഷൻ വഴി വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2025 ഓഗസ്റ്റിലും ഒക്ടോബറിലും 2 പ്രാവശ്യം വോട്ടർ പട്ടികകൾ പുതുക്കുകയുണ്ടായി. തുടർന്ന് ഓഗസ്റ്റിൽ തയ്യാറാക്കിയ വോട്ടർ പട്ടിക സെപ്റ്റംബർ 29 കരടായിട്ട് പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 5-ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ 9,54,110 സ്ത്രീ വോട്ടർമാരും 8,35,428 പുരുഷ വോട്ടർമാരും 11 മറ്റുള്ളവരും ചേർത്ത് 17,89,549 വോട്ടർമാരാണ് മൊത്തമായിട്ടുള്ളത്. നമുക്ക് വോട്ടിങ്ങിന് നമ്മുടെ ഈ 3 ത്രിതല പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ 3 ഒരു കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റാണ് ഉണ്ടാകുന്നത്. ഒരു പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല ഉൾപ്പെടെ 3 ബാലറ്റ് യൂണിറ്റ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ അതിനെല്ലാം കൂടെ ഒറ്റ കോമൺ കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് സുഗമവും സുരക്ഷിതവുമായി നടത്താൻ ആവശ്യത്തിന് പോലീസിനെ നിയോഗിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ പറഞ്ഞു. പോലീസ് മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എറണാകുളം റൂറൽ എന്നുള്ള ഒരു 300ഓളം പോലീസിൻ്റെ സപ്പോർട്ടും കൂട്ട് വരുന്നുണ്ട്. ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് കോഴിക്കോട് റൂറലിലേക്കാണ് ഇവിടുന്ന് ഒരു 470ഓളം പോലീസ്മെൻ പോകുന്നത്. ഇതുകൂടാതെ ക്രൈംബ്രാഞ്ച്, വിജിലൻസ്, പിന്നെ ഫയർഫോഴ്സ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ വിജിലൻസ്, ഇങ്ങനത്തെ കുറേ സിവിൽ ഫോഴ്സുകളുടെയും മറ്റ് പോലീസിൻ്റെ തന്നെ സിസ്റ്റർ യൂണിറ്റ്സ് ആയിട്ടുള്ള മറ്റ് യൂണിറ്റുകളുടെയും സഹായം ഇതിന് നമ്മൾ മാൻ പവർ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു 4000 ചില്ലാനം എന്ന് പറഞ്ഞ് ആ ഫിഗറിലേക്ക് എത്തിയിരിക്കുന്നത്. ആസ് സച്ച് ഇപ്പോൾ ഇതുവരെയുള്ള നന്നായി അത് ലോ ആൻഡ് ഓർഡർ ആസ്പെക്റ്റും എല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നാളെ ഒരു കലാശക്കൂട്ടിൻ്റെ കാര്യങ്ങൾ അത് കൺസേൺ പോലീസ് സ്റ്റേഷനിലെല്ലാം തന്നെ അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് സംസാരിച്ച് ഓരോ സ്ഥലം ഇയർമാർക്ക് ചെയ്ത് മറ്റ് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഒന്നും ഇല്ലാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് ആക്ഷൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പ്രശ്നബാധിതമായി കണ്ടെത്തിയിട്ടുള്ള 273 ബൂത്തുകളിലും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 60 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ 72 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 6 നഗരസഭകളിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമാണ് മത്സരം നടക്കുന്നത്. 5395 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുള്ളത്. 2950 പേർ ഇതിൽ സ്ത്രീകളാണ്. 2445 പേർ പുരുഷന്മാരും. ബൂത്തിനുള്ളിൽ ഒരു സമയം 3 വോട്ടർമാർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. 1-ാം പോളിംഗ് ഓഫീസർ തിരിച്ചറിയൽ രേഖ പരിശോധിക്കും. പോളിംഗ് ഏജന്റുമാർ തർക്കം ഉന്നയിച്ചില്ലെങ്കിൽ മാത്രമേ ചൂണ്ടുവിരലിൽ മഷി പുരട്ടൂ. രജിസ്റ്ററിൽ വോട്ടർ ഒപ്പോ വിരലടയാളമോ പതിക്കണം. തുടർന്ന് വോട്ടർ പട്ടികയിലെ നമ്പർ രേഖപ്പെടുത്തിയ സ്ലിപ്പ് നൽകും. ഇത് പ്രിസൈഡിംഗ് ഓഫീസറെ ഏൽപ്പിച്ചാൽ വോട്ട് ചെയ്യാൻ തയ്യാറാകാം. CDNet ന്യൂസ്, കായംകുളം.